എല്ലാവർക്കും വളരെ ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കാനുള്ള പ്രയാസം കൊണ്ട് നമ്മൾ ഒഴിവാക്കുന്ന ഒരു ഡിഷാണ് പാനിപൂരി. അതെങ്ങനെ ഈസിയായി വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. 1 കപ്പ് റവ, 1/2 കപ്പ് ആട്ട, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 കപ്പ് വെള്ളം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം കൂടുതലുള്ള പോലെ തോന്നും, പക്ഷേ റവയ്ക്ക് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് അവസാനം നമുക്ക് നല്ലൊരു ഡോ തന്നെ കിട്ടും. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി യൂസ് ചെയ്യുക, അപ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഇതൊരു 15 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതെടുത്ത് ചെറിയ ഉരുളകളാക്കി നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ കുറച്ച് പൊടിയൊക്കെ ഇട്ട് ഒട്ടാണ്ടിരിക്കാൻ അത് പരത്തണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പരത്തുമ്പോൾ നമുക്ക് എത്ര അത് തിന്നാക്കാൻ പറ്റുമോ, കട്ടി കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പൂരി നല്ലപോലെ പൊങ്ങി വരും. എന്നിട്ട് ഇതുപോലെ ഒരു കുക്കി കട്ടർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയുടെ ഈ വലിപ്പമുള്ള ഒരു അടപ്പെടുത്തിട്ട് ഇതുപോലെ പൂരിയുടെ വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. പാനിപൂരിയുടെ പൂരിയുടെ വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു കുഴിയുള്ള പാത്രം എടുത്ത് എണ്ണ നല്ലപോലെ ഒഴിച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പൂരീസ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരേ സമയം 3-4 പൂരി നമുക്ക് ഇടാം. അതിനുശേഷം ഇതുപോലെ ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഫ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് കടയിൽ കാണുന്നത് പോലെ നല്ല ബോൾ പോലെ ഇരിക്കുന്ന പൂരീസ് നമുക്ക് കിട്ടും. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി എണ്ണ നല്ലപോലെ കളഞ്ഞ് മാറ്റി വയ്ക്കാം. പാനിപൂരിയുടെ മറ്റൊരു അട്രാക്ഷനാണ് നമ്മൾ പൂരിയുടെ ഉള്ളിൽ ഒഴിക്കുന്ന വെള്ളം. അതുണ്ടാക്കാനായിട്ട് 1 കപ്പ് മിന്റ് ലീവ്സ്, 1 കപ്പ് മല്ലിയില, 2 ഇഞ്ചി, 2 ചെറിയ പച്ചമുളക്, കുറച്ച് ജീരകം, ഉപ്പ്, എന്നിട്ട് അത് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുക. ഇത് നമ്മുടെ ഡൈജഷനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ അതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസും അതുപോലെ തന്നെ ചാട്ട് മസാല, ഈ പുള്ളിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ചാട്ട് മസാല 3-4 സ്പൈസസിൻ്റെ ഒരു ബ്ലെൻഡാണ്. അത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ഈ വെള്ളം ഒന്ന് നല്ലപോലെ അരിച്ചെടുക്കണം. നമ്മൾ ആ മിക്സിയിലിട്ട് അരച്ച ഇലയുടെയൊക്കെ ബാക്കി ഇതിനകത്തുണ്ടാകും. അപ്പോൾ ഒരു അരിപ്പ എടുത്ത് നമ്മൾ ഈ വെള്ളം നല്ലപോലെ അരിച്ചൊരു ക്ലിയർ വാട്ടർ ആക്കി എടുക്കണം. ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പൂരിയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് റെഡിയാക്കുവാണ്. ഞാൻ വേവിച്ച പൊട്ടാറ്റോ എടുത്തേക്കണം. അതിൽ ഞാൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പിടാം. 2 വലിയ പൊട്ടാറ്റോ നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കുക, ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട്. അതിലേക്ക് ഒരു മീഡിയം സവാള ഞാൻ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ സവാള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ചാട്ട് മസാലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ടേസ്റ്റാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പറോ അല്ലെങ്കിൽ മുളക് പൊടിയോ അങ്ങനെ മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ചോപ്പ് ചെയ്ത് ചേർക്കാം. അങ്ങനെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എന്ത് വ്യത്യാസം വേണമെങ്കിലും ഇതിൽ വരുത്താം. നമ്മുടെ കുക്കിംഗ് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പൂരി ഫില്ല് ചെയ്യാൻ പോവാണ്. പൂരി ഫില്ല് ചെയ്യാനായിട്ട് ഓരോ പൂരി കയ്യിലെടുത്ത് അതിൻ്റെ മേളിൽ നടുക്കായിട്ട് വിരൽ കൊണ്ട് ചെറിയൊരു ഓട്ടയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ്ചർ ഇടണം. പിന്നെ നമ്മുടെ പാനി, നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത വെള്ളം അതിലേക്ക് ഒഴിച്ച് പൂരിയെല്ലാം ഇതുപോലെ ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ച് സൈഡിൽ വേണേൽ ഒരു ചെറിയ പാത്രത്തിൽ ആ പാനി വെക്കാം. നമുക്ക് മല്ലിയിലോ അല്ലെങ്കിൽ ഞാനിതിൽ ആലുപൂജി ഇട്ടിട്ടുണ്ട്, അതൊന്നും നിർബന്ധമില്ല, ഒന്ന് അലങ്കാരത്തിന് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. അതൊക്കെ ഇട്ട് ഇതുപോലെ പ്ലേറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ. ദിസ് ഈസ് ഷെഫ് റോബിൻ സൈനിങ് ഓഫ്. നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, ബിക്കോസ് ഇറ്റ്സ് സ്ട്രിക്ട്ലി ടേസ്റ്റി.